അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. അറസ്റ്റിലായ 8 പേരുമായി ബന്ധമുള്ള 20 പേരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർ നടത്തിയ ഭൂമി ഇടപാടുകളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള 20 പേർ ഭൂമി ഇടപാടുകൾ നടത്തി എന്നാണ് സംശയം. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഭൂമി കണ്ടുകിട്ടും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല, അടുത്തിടെ ഈ വാരാന്ത്യമൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതിന് പാതി പോലും ആളുകൾ ഇപ്പോൾ അയോധ്യയിലേക്ക് വരുന്നില്ല എന്നുള്ള വിവരമുണ്ട്. വരുന്നവരാവട്ടെ ഈ പൈസ ഇടുന്നത് തന്നെ സംശയിച്ചാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. നടവരവ് കുറഞ്ഞു, ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് പഴയതുപോലെ ഇല്ല എന്നുള്ളത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഈ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. അങ്ങനെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് കൊള്ളയടിച്ച തട്ടിച്ചെടുത്ത സ്വത്തുവകകൾ കൊണ്ട് ഭൂമി വാങ്ങിക്കൂട്ടി എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ബിനാമി ഇടപാടുകളിൽ ഭൂമി ട്രാൻസാക്ഷൻ നടന്നു എന്നതിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? രാമന് ലഭിക്കേണ്ടത് അടിച്ചുകൊണ്ടുപോയി സ്ഥലങ്ങളിൽ ഭൂമിയും റിയൽ എസ്റ്റേറ്റും ഒക്കെ വാങ്ങിയോ ചിലർ? അരുൺ, ഈ അയോധ്യയിലെ തട്ടിപ്പ് പണം കൊണ്ട് അത്തരത്തിൽ ഭൂമിയൊക്കെ ചിലർ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് എന്തായാലും ലഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ 8 പേർ അറസ്റ്റിലായിരുന്നു. ഇവരിൽ നിന്ന് പണം, സ്വർണം, അതോടൊപ്പം കാറുകളൊക്കെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അറസ്റ്റിലായ 8 പേരും അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും വലിയ തരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് SIT സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായി ജില്ലാ റവന്യൂ വകുപ്പിനോട് ഇവരുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളുടെ രേഖകൾ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മോഷണപ്പണം കൊണ്ട് ആണ് തന്നെയാണ് ഇതിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇത് ഉറപ്പിക്കണമെങ്കിൽ റവന്യൂ രേഖകൾ കൂടി ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ ഭൂമി കണ്ടുകെട്ടുന്ന നടപടിയടക്കം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ പ്രദേശത്തെ ബ്രോക്കർമാർ, സ്ഥല ഇടപാട് നടത്തുന്ന ബ്രോക്കർമാരെ അടക്കം ചോദ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഈ 20 പേർ നിരീക്ഷണത്തിലാണുള്ളത്. ഈ 20 പേർ, അതായത് ഈ 8 പേരുമായി ബന്ധമുള്ള അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളാണ് ഈ 20 പേർ. ഇവരെയും വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ഷേത്ര ട്രസ്റ്റിലെ അംഗങ്ങളെ കൂടി SIT വീണ്ടും ചോദ്യം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോവുകയാണ്. SITക്ക് ഈ മാസം 15 വരെയാണ് നിലവിലത്തെ അന്വേഷണം നടത്താനുള്ള സമയപരിധി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയം സുപ്രീം കോടതിയിലൂടെ പരിഗണിക്ക് വരുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഹർജിയുള്ള ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അടക്കം അയക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ രാഷ്ട്രീയ വിവാദം തുടരുകയാണ് എന്നാണ്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ മൗനത്തെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇത്രയധികം സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അത്തരത്തിലൊരു വിമർശനം, പ്രതിഷേധമൊക്കെ തുടരാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് 20-ാം തീയതി പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. വർഷകാല സമ്മേളനത്തിൽ അയോധ്യ വിഷയം ഒരു സജീവ ചർച്ചാ വിഷയമാക്കി നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. വലിയ തരത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള നീക്കം സഭയ്ക്കകത്തും ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു. അരുൺ, ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാമനൊരിക്കലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല കേട്ടോ. രാമനുണ്ടായിരുന്ന ഭൂമി രാമൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി രാമനത് സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. രാമൻ അത് ഏൽപ്പിക്കുന്ന ഭരതനാവട്ടെ രാമന്റെ വരവ് കാത്താണ് ഇരുന്നത്. രാമരാജ്യത്തിൽ ഒരിക്കലും റിയൽ എസ്റ്റേറ്റ് ആ അർത്ഥത്തിൽ ഒരു തർക്കഭൂമിയായിരുന്നില്ല എന്നുള്ളതാണ്. ലങ്ക പിടിച്ചടക്കാൻ വേണ്ടിയല്ല രാമൻ പോകുന്നത് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. റിയൽ എസ്റ്റേറ്റുമായിട്ടൊരു ബന്ധവും രാമൻ ഉണ്ടായിരുന്നില്ല. ലങ്കയിൽ രാവണ നിഗ്രഹത്തിന് ശേഷം ലങ്ക തിരിച്ച് വിട്ടുകൊടുത്തിട്ടാണ്, വിഭീഷണന് വിട്ടുകൊടുത്തിട്ടാണ് ലങ്കയിൽ നിന്ന് രാമൻ തിരികെ മടങ്ങുന്നത്.